Hi guys, welcome to my channel. അപ്പോൾ it's me ആർക്കെ വിളിച്ചു. അപ്പോൾ ഇന്ന് ഞങ്ങളായിട്ട് ഇത് ചെയ്താണല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ കേവലം ഈ സീരീസ് അത് നമ്മളിപ്പോൾ വേൾഡിൽ ജോയിൻ ചെയ്യും. പിന്നെ നമുക്ക് വേൾഡ് കയറിയിട്ട് 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ പോയി ചെയ്യണം. കാരണം ഈ വേൾഡ് ഫുള്ള് ടോക്സിക് അടിച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് പിടിച്ചിട്ടൊന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അതിൻ്റെ ഒരു ഫുഡൊക്കെ കളക്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിന്റെ വേറൊരു പ്ലേസ് കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് ഒരു കേവിനുള്ളിലോട്ട് നമുക്ക് പോകണം. പിന്നെ അവിടുന്ന് പുറത്തിറങ്ങാൻ വേണ്ടി ഇവിടെ ഫുള്ള് ടോക്സിക് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടപ്പ ഞാൻ ഫുഡൊക്കെ കളക്ട് ചെയ്യാൻ നല്ല രീതിയിൽ ഷോർട്ട് ആക്കിയിട്ട് ഫാസ്റ്റ് ആയിട്ട് എല്ലാം ചെയ്യാൻ പോകണം. ഓക്കെ, അതുപോലെ തന്നെ കൂടുതൽ ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നല്ല ഒരു 40 മിനിറ്റ്സിന്റെ ഗെയിം പ്ലേ ഞാൻ 10 മിനിറ്റ്സിനുള്ളിൽ ഒതുക്കിയിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഞാനിങ്ങനെ പോയി പോയതിനൊക്കെ കിട്ടി. അപ്പൊ തന്നെ പോയി അവസാനമായിട്ട് ഒരു വില്ലേജ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വില്ലേജ് കിട്ടി. നമുക്ക് ഇവിടുന്ന് ലൂട്ട് ചെയ്യണം. ഇവിടെ ഒരു ബ്ലാക്ക് സ്മിത്ത്, 2 ബ്ലാക്ക് സ്മിത്ത് ജസ്റ്റ് എന്തായാലും ആദ്യം തന്നെ ഈ ബെഡ് പോപ്പ് എടുക്കണം, അല്ലെങ്കിൽ പിന്നെ പണിയാണ്. കാരണം നമുക്ക് ബെഡിന് റെഡ് കളർ എന്തായാലും മസ്റ്റ് ആണ്. ഓക്കെ, നമുക്ക് റെഡ് കളർ വേണം. അപ്പൊ ആദ്യം തന്നെ ആക്കി വന്ന പോലെ നമുക്ക് പെട്ടെന്ന് 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 5 മിനിറ്റ്സേ ഉള്ളൂ ടൈം. ഓക്കെ, അതിനുള്ളിൽ നമുക്ക് ഡെഡ് ആയി പോകും. ഓക്കെ, ഒരു ലെഗിങ്സ്, കുറച്ച് ഒബ്സീഡിയൻ, അയണ്, പിക്കാക്സ്. അപ്പുറത്തെ ബ്ലാക്ക് സ്മിത്ത് ലൂട്ട് ചെയ്തിട്ട് വില്ലേജ് അത്യാവശ്യം ഫുൾ ഒന്ന് ലൂട്ട് ചെയ്തിട്ട് തന്നെ നമുക്കൊരു അടിപൊളി സ്ഥലം കണ്ടുപിടിച്ച് കുറച്ച് ആനിമൽസിനെ കൊണ്ട് നമുക്കൊരു കൗസിനെയൊക്കെ കൊണ്ടുവരണ്ടു സ്റ്റോറൊക്കെ കിട്ടിയതൊക്കെ കൗസിനെയൊക്കെ കൊണ്ട് ഇവിടുന്ന് മാറാം. ഓക്കെ, ഓക്കെ, നമുക്ക് ഈ ആൻകോലത്തിനെയും കൊന്ന് ഇവിടുന്ന് കുറച്ച് ഫുഡും കുറച്ച് ഇവിടുന്ന് കുറച്ച് ഇതിനെയൊക്കെ കൊന്നിട്ട് ഈ കൗസിനെയൊക്കെ കൊന്നിട്ട് നമുക്കൊരു നല്ല സ്പേസ് കണ്ടുപിടിക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്കൊരു നല്ല സ്പേസും കണ്ടുപിടിച്ചിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഞാൻ കുറെ ഫുഡും ഇതെല്ലാം കളക്ട് ചെയ്ത് ഞാൻ ഒരു ട്രീ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ട സാധനം ഇവിടുന്ന് ഒരു ബെഡ് കൊണ്ട് വെച്ചേക്കാം. ഫുഡും കളക്ട് ചെയ്യാം. ബെഡ് ബെഡ് നമുക്ക് വേറെ എടുക്കാം. ഇവിടെ എടുത്തേക്കാം. ഇത് ഭയങ്കര സ്പീഡിൽ കളിക്കുന്നു. ഓക്കെ, ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്ത് അങ്ങനെ അവസാനം ഞാൻ ഒരു കേവ് കുറച്ച് ഇതിനകത്ത് കളക്ട് ചെയ്ത് കുറച്ച് കേവ് കണ്ടുപിടിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ കേവ് നമുക്ക് സർവൈവ് ഒക്കെ ചെയ്ത് നമുക്ക് മൈനൊക്കെ ചെയ്ത് നമുക്ക് നല്ല രീതിയിലൊന്ന് ചെയ്തൊരു ബേസ് റെഡിയാക്കി പോകാൻ. ഓക്കെ, ഇതൊക്കെ മൈൻഡ് ചെയ്യുമ്പോൾ നല്ലൊരു ബേസ് റെഡിയാക്കി എടുക്കാം. ആ ചെയ്തതിന്റെ മൈൻഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഈ സ്പേസ് നമ്മുടെ ബേസ് പോലെ നമ്മളിവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഇവിടെ നമ്മൾ സ്പേസ് ഒക്കെ ചെയ്തു. ഇവിടെ ഇത് ചെയ്യുന്ന കുറച്ച് നമ്മൾ ഫുൾ ഗ്രാസ് ഒക്കെ ആക്കി ഇവിടെ മരം കുറച്ച് ഫാർമിങ് കൂടി ചെയ്തിട്ട് ഫാർമിങ് ഒക്കെ അങ്ങനെ ഞാൻ ഒരു മരവും നട്ടിവിടെ ഇവരൊരു കുഴിക്കകത്താക്കി ഇട്ടിട്ടുണ്ട്. അത് ഞാനിവിടെ കുറച്ച് ഞാൻ മുമ്പ് ഇവിടെ നിന്ന് ഒരു വയൽ പോയപ്പോൾ അവർക്ക് ഇവിടുന്ന് ഷുഗർ കെയിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഷുഗർ കെയിൻ ഞാൻ എടുത്ത് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ കുറച്ചൊരു ഫാം പോലെ സെറ്റപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇത് ഇവിടെ നല്ല ഷോർട്ട് ആയി ഞാൻ കുറെ വയൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ചില സമയത്ത് നിങ്ങൾക്ക് സൗണ്ട് എറേഴ്സ് ഉണ്ടാകാൻ ഞാൻ എഡിറ്റ് ചെയ്ത് ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. സെക്കൻഡ് രണ്ടാമത് വോയിസ് ഓവർ ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഞാൻ ഒരു മൈനിങ്ങിന് പോകാൻ ഞാൻ മൈനിങ്ങിന് പോയപ്പോ തന്നെ എനിക്കൊരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. മീൻസ് ഒരു കേവ് കിട്ടി. ഓക്കെ, ആ കേവിൽ ഇപ്പൊ ഞാൻ നേരത്തെ അങ്ങ് പറയുന്നതാണ്, കേവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കേവ് കാരണം ആ കേവിന്ന് കുറെ സാധനങ്ങളൊക്കെ കിട്ടി. അങ്ങനെ ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കേവിന്ന് കുറെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ആ കേവിലോട്ട് നമ്മുടെ ഈ സാധനങ്ങളെല്ലാം മാറ്റാനാണ് പ്ലാൻ. ഇപ്പൊ ഞാൻ മൈനിങ്ങിന് പോകുന്നേ ഉള്ളൂ. വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ആവുന്നില്ല, മൈനിങ്ങിന് പോയി തുടങ്ങുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഇതില് ഇതൊക്കെ എല്ലാം എടുക്കാം. ഓക്കെ, ഇതിനകത്ത് ഇതെല്ലാം കൂടി നമുക്ക് ആ ഈ ഫർണസ് ഉണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നേരെ മൈനിങ്ങിന് പോവാം. ഓക്കെ, കുറച്ച് ഫുഡ് എടുത്തിട്ട് നമുക്ക് നേരെ മൈനിങ്ങിന് പോയാൽ പറ്റത്തുള്ളൂ. അപ്പൊ നേരെ നമുക്ക് മൈനിങ്ങിനോട്ട് പോവാം. ആ ഒരു ബെഡ് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നേരെ ഇത് നല്ല ഷോർട്ട് നമുക്ക് മൈനിങ്ങിന് പോയിട്ട് വന്നിട്ട് എനിക്ക് ഐഡിയ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ AFK ചെയ്യണം, അതാണ് ഫുഡ് വളരാനായിട്ട്. അപ്പൊ ഞാൻ ചെയ്യണം വേറൊരു മൈൻക്രാഫ്റ്റ് എന്റെ ഇതിൽ തന്നെ ആക്ടിവേറ്റ് ചെയ്യും. ഇതൊക്കെ ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ മൈനിങ്ങിന് പോയിട്ട് വന്നിട്ടുണ്ട്. മൈനിങ് കഴിഞ്ഞ് മൈൻ ചെയ്ത് ഞാൻ പിന്നെ കാണിച്ചു തരാം. എന്നിട്ട് അവിടെ ഒരു നല്ലൊരു കേവ് ഉണ്ട്. പിന്നെ പ്ലാൻ പറഞ്ഞാൽ അങ്ങോട്ട് നമ്മുടെ ഈ സാധനങ്ങളെല്ലാം അങ്ങ് മാറ്റിയാലോ. ഇനി ഇത് വളർന്നോണ്ടില്ല, ഞാൻ സൈഡിലോട്ട് വന്നു. ഓക്കെ, ആ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഈ ഒരു ബേസ് നല്ല ഇതായിട്ട് പോകും. നമുക്ക് ഈ ഫാംസും നമ്മുടെ മെയിൻ പ്രോഗ്രസ് സാധനങ്ങളിൽ ഇവിടെ വെച്ചിട്ട് നമ്മുടെ മെയിൻ വേണ്ട സാധനങ്ങൾ നമുക്ക് അപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, അത് ഷിഫ്റ്റ് ചെയ്താലേ നമുക്ക് നടക്കത്തുള്ളൂ. അപ്പൊ നേരെ നമുക്ക് അതുകൊണ്ട് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇത് ഈ ഒരു കാണുന്നില്ല നമ്മുടെ എന്റെ PC യുള്ള വേറൊരു മൈക്രാഫ്റ്റ് ഏതാണ്. അപ്പൊ ഇതിനകത്ത് എന്റെ പേര് മൈക്രാഫ്റ്റ് MC എന്നാണെങ്കിൽ
പിന്നീട് വേറൊരു മൈൻഡ് അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിപ്പോ സ്പോണായിട്ട് പുറത്താണ്. അപ്പം എനിക്ക് മാത്രമേ ഉള്ളൂ കേസ് എനിക്ക് പോകാൻ പറ്റാത്ത മീൻസ് എൻ്റെ ഒരു പ്ലെയറിന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പ്ലെയറിനെ അങ്ങനെ ഇത് വെച്ചിട്ട് പുറത്തു പോയി ഒന്നും ചെയ്യത്തില്ല. ഇത് ഞാൻ ജസ്റ്റ് വെച്ചിരിക്കുന്നത് എനിക്കിങ്ങനെ AFK ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഈ പ്ലെയർ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ തന്നെ AFK ആയിക്കോട്ടെ. ഇതല്ല ഇവിടെ ഞാൻ ഇത് മാറ്റുന്ന മീൻസ് ഇവിടുത്തെ ഇത് മാറ്റുന്നുണ്ട് മീൻസ് നയനൊക്കെ വേണ്ടിയിട്ട് കുറേ ഈ പ്ലെയർ നമുക്ക് ഫ്രീ ആവില്ല. എനിക്കറിയാൻ പറ്റുമോ അതിലല്ല ഈ പ്ലെയർ ഉറങ്ങിയാൽ പറ്റി എനിക്ക് വെയിറ്റ് ചെയ്താൽ മാത്രം. ഓക്കെ ചെറിയൊരു സൗണ്ടിൻ്റെ ഇതുണ്ടാവും ഇടയ്ക്ക് ഡിസ്റ്റർബൻസ്. അത് ജസ്റ്റ് ഒന്നും ചെയ്യാം. നേരെ നമുക്ക് ഓക്കെ ഇതെല്ലാം റെഡി. നമ്മുടെ പുതിയ ബേസ് ഇവിടെയാണ്. ഓക്കെ ഒരു മിനിറ്റ് ഞാൻ ഈ ഫുൾ ബ്രൈറ്റ് ഓഫ് ചെയ്യാൻ റിസോഴ്സ് ഓഫ് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് വർക്കാവുന്നത്. ഓക്കെ ഓക്കെ നമുക്ക് അത്യാവശ്യം വെട്ടം ഈ ഒരു വയ്ക്കുന്നത് നമുക്ക് നല്ല വെട്ടം ഇവിടെ കിട്ടുന്നുണ്ട്. പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ടോർച്ച് നമുക്ക് വേറെ എവിടെയെങ്കിലും തിരിച്ചെടുക്കാം. നമുക്ക് ഇങ്ങനെയുള്ള ബ്ലോക്സ് വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഈ ലൈറ്റ് ചെയ്യാത്ത ഏരിയ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ നല്ല വെട്ടം ഇനി അത് ഈ ഏരിയ ക്ലോസ് ചെയ്തിട്ട് നേരെ ഇതെടുത്തിട്ട് ഇവിടെ ഈ ടോർച്ച് പ്ലേസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് നല്ല വട്ടം എടുത്തിട്ട് ഇവിടെ ഇടുന്നത്. നമുക്ക് ഇവിടെ ഒന്നും സ്പോൺ ആണെന്നുള്ള പേടിയുണ്ടാകും. ഇനി ഇവിടെ ആയിട്ട് ഒന്നും സ്പോൺ ആകത്തില്ല. ഈ ഇത്ര ഏരിയയിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ഇത് പോലെ സെറ്റ് ചെയ്ത് നമുക്കിനി ഏരിയ ഒന്ന് റെഡിയാക്കി എടുക്കാം. നമുക്ക് നമ്മളെ യൂസിനെ പറ്റി ഇത് റെഡിയാക്കി എടുക്കാം. ഇവിടെ ഈ ആദ്യത്തെ കഴിഞ്ഞാൽ ഇത് പൊട്ടിച്ചാലും ഇവിടെ തോച്ചടിച്ചാലും ഇത് പൊട്ടിച്ചാലും ഈ വെയിൽ ചെറുതാക്കണം. നമുക്ക് വേണം. ഓക്കെ ഇത്രയും ചെയ്തിട്ട് സ്പേസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ പോയി ജസ്റ്റ് ക്രാഫ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഞാൻ ഇതെടുത്ത് കുറച്ചുകൂടി സ്പേസ് റെഡി ആയിട്ടുണ്ട്. ഫുട്ടിങ് എടുത്തിട്ട് ഓക്കെ നമുക്ക് പറ്റിയ നല്ല ഈ സ്പേസും എല്ലാം ഉണ്ട്. നല്ല ലൈറ്റിങ് കിട്ടുന്നുണ്ട്. ആർമർ സെറ്റ് പക്ഷേ എനിക്ക് ഡൗട്ട് നമ്മൾ ഗെയിം മോഡ് നോർമലാണ്. ഇതിലൊന്നും സ്പോൺ ആവാറൊന്നും ഇല്ല. ഓക്കെ നമ്മുടെ അപ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയൊരു ബേസും എല്ലാം റെഡി ആക്കിയിട്ടുണ്ടല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യാം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ്. ഇറ്റ്സ് മീ RK Vaidi signing out.